ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 76-ാമത്തെ സങ്കീർത്തനം, ജേതാവായിട്ടുള്ള ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം മഹനീയമാണ് എന്നുള്ള സങ്കീർത്തനമാണ്. 12 തിരുവചനങ്ങൾ. ഈ 76-ാമത്തെ സങ്കീർത്തനം ഒരു സ്തുതിഗീതം എന്ന് കരുതാനായിട്ട് പറ്റും. ഒരു പുതുവത്സരത്തിൻ്റെ അനുഷ്ഠാനങ്ങളോട് അതിനോടനുബന്ധിച്ച് ഉള്ളതാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. കാരണം ദൈവം പ്രതാപവാനാണെന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സമാധാന നഗരമാണ് ജെറുസലേം. ദൈവം വസിക്കുന്ന നഗരം കൂടിയാണ് ജെറുസലേം. കാവ്യാത്മകമായിട്ട് വലിയ സവിശേഷത, രചനാ സവിശേഷതയുള്ള ഒരു സങ്കീർത്തനമാണ് ഇത്. ആരാധനാഘോഷത്തിൻ്റെ ഒരു പ്രദക്ഷിണമായിട്ട് നമുക്ക് തോന്നും ഈ സങ്കീർത്തനം. ദൈവത്തിൻ്റെ ശക്തി എല്ലാ തിന്മയ്ക്കെതിരെ വിജയം വരിക്കുന്നു എന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ മനസ്സിലാവാൻ പറ്റും. ദൈവത്തോടുള്ള വിശ്വസ്തത പുലർത്തുന്നവരെ അവിടുന്ന് പ്രിയങ്കരായിട്ടാണ് കരുതുന്നത്. ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ ഭക്തനിൽ നിരന്തരം അനുഗ്രഹങ്ങൾ നൽകുന്നു. ദൈവഭക്തൻ ചെയ്യേണ്ടുന്നത് നിരന്തരം ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തെ അനുസ്മരിക്കണം. അത് ഹൃദയത്തിൽ ഏറ്റുപറയണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വിശ്വസ്തതയ്ക്കും വെളിപാടുകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ബലിപീഠത്തിൽ നിന്നും ഞങ്ങൾക്ക് നീതിയും സമാധാനവും ഞങ്ങൾക്ക് ലഭിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.